എവരിവൺ, വെൽക്കം ടു കോമ്പറ്റേറ്റീവ് ക്രാക്കർ. ഞാൻ ബിസി ബാബു. അപ്പോൾ നമ്മൾ ഇന്ന് വന്നിട്ടുള്ളത് ഡേറ്റ എൻട്രി എക്സാമിന് വേണ്ടിയിട്ട് തയ്യാറെടുക്കുന്നവർക്ക് വേണ്ടിയിട്ടുള്ള വളരെ ഉപകാരപ്രദമായിട്ടുള്ള ഒരു വീഡിയോയുമായിട്ടാണ്. നമുക്ക് എല്ലാവർക്കും അറിയാം, ഡേറ്റ എൻട്രി എക്സാമിൽ ഐറ്റിയിൽ നിന്നും 10 മാർക്കാണ് വരാൻ പോകുന്നത്. ഈ 10 മാർക്ക് നമുക്ക് അങ്ങനെ വെറുതെ കളയാനുള്ളതല്ല അല്ലേ, അതിന് നന്നായിട്ട് പഠിക്കുക തന്നെ വേണം. IT ആയതുകൊണ്ട് തന്നെ എല്ലാവരും അതിവേഗത്തിൽ തന്നെ ബേസിസ് ആയിരിക്കും വരുമെന്ന് കരുതി സ്കിപ്പ് ചെയ്ത് കളയുമായിരിക്കും. പക്ഷേ ഓർക്കുക, ITയിൽ നിന്നും ബേസിസ് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രമല്ല വരാൻ സാധ്യതയുള്ളത്, അതിൽ കൂടുതലും വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ അത്തരത്തിൽ വരാൻ സാധ്യതയുള്ള ഒരു 5 ക്വസ്റ്റ്യൻസ് ആയിട്ടാണ് നമ്മൾ ഇന്ന് വന്നിട്ടുള്ളത്. ഒരിക്കലും ആരും വീഡിയോ സ്കിപ്പ് ചെയ്ത് കരുതരുത്, വീഡിയോ മുഴുവനായിട്ടും തന്നെ കാണാൻ ശ്രമിക്കണം. ഓക്കെ, അതിന് മുന്നേ തന്നെ നമുക്കൊരു കാര്യം ശ്രദ്ധിക്കാം. നമ്മുടെ CCയിൽ റാങ്ക് ലിസ്റ്റ് ഹോൾഡേഴ്സ് ആയിട്ടുള്ള സ്റ്റുഡൻസ് ആണ് ഈ കാണുന്നത്. അപ്പം നിങ്ങൾക്കും ഇതിൻ്റെ ഒരു ഭാഗമാവണ്ടേ? അതിന് വേണ്ടിയിട്ട് എന്തായാലും ഇത് പഠിച്ചിട്ടുണ്ടാവണം, നമ്മുടെ CCയിലേക്ക് ജോയിൻ ചെയ്യുകയും വേണം. നമുക്ക് നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു ITയിൽ നിന്നും 10 മാർക്കാണ് വരാൻ സാധ്യതയുള്ളതെന്ന്. അത് മുന്നിൽ വെച്ചുകൊണ്ട് വേണം ഈ ക്വസ്റ്റ്യൻസ് കാണാനും അതിനുവേണ്ടി തയ്യാറെടുക്കാനും പഠിക്കുവാനും വേണ്ടിയിട്ട്. ഓക്കെ അല്ലേ? ഓക്കെ, നമുക്ക് ആദ്യ ചോദ്യത്തിലേക്ക് പോകാം. നമ്മൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്താ ചോദിച്ചിരിക്കുന്നത്? ഇൻ ദ OSI റെഫറൻസ് മോഡൽ വിച്ച് ലെയർ ഡയറക്ട്ലി ഇൻട്രാക്ട് വിത്ത് ദ എൻഡ് യൂസർ. അതായത് നമ്മുടെ OSI മോഡലിൽ യൂസറുമായിട്ട് ഡയറക്റ്റ് ഇൻട്രാക്ട് ചെയ്യുന്ന ലെയർ ഏതെന്നാണ് നമ്മൾ ചോദിച്ചിട്ടുള്ളത്. ഫസ്റ്റ് ഓപ്ഷൻ എന്താ കിടക്കുന്നത്? സെക്ഷൻ ലെയർ എന്നാണ് അല്ലേ. സെക്ഷൻ ലെയർ ഉദ്ദേശിക്കുന്നത് എന്താ? ഒരു കമ്മ്യൂണിക്കേഷൻ സ്റ്റാർട്ട് ചെയ്യുകയാണെങ്കിൽ, ഒരു കമ്മ്യൂണിക്കേഷനെ സ്റ്റാർട്ട് ചെയ്യുകയും അതിനെ മാനേജ് ചെയ്യുകയും അവിടെ കമ്മ്യൂണിക്കേഷൻ സ്റ്റാർട്ട് ചെയ്ത ഒരു കമ്മ്യൂണിക്കേഷനെ എൻഡ് ചെയ്യാനും ഉപയോഗിക്കുന്ന ലെയർ ആണ് എന്താ? സെക്ഷൻ ലെയർ എന്ന് പറയുന്നത്. എന്താണ് സെക്ഷൻ ലെയർ ഉൾപ്പെടുന്നത്? ഒരു കമ്മ്യൂണിക്കേഷൻ സ്റ്റാർട്ട് ചെയ്യാനും അതിനെ മാനേജ് ചെയ്യാനും എൻഡ് ചെയ്യാനും ഉപയോഗിക്കുന്ന ലെയർ ആണ്. OSI മോഡലിലെ ഒരു ലെയർ ആണ് സെക്ഷൻ ലെയർ എന്ന് പറഞ്ഞാൽ. ഏറ്റവും ടോപ്പിലുള്ള 7th ലെയറും കൂടിയാണ് എന്താ? സെക്ഷൻ ലെയർ എന്ന് പറയുന്നത്. ഓർത്തിരിക്കുക. അടുത്തത് എന്താ? അത് ഡയറക്റ്റ് ആയിട്ട് യൂസറുമായിട്ട് അവിടെ ഒരു ഇൻട്രാക്ഷൻ വരുന്നുണ്ടാവില്ല. ഓക്കെ അല്ലേ? അതിന് തന്നെ നമ്മുടെ ക്വസ്റ്റ്യൻ അനുയോജ്യമായിട്ടുള്ള ആൻസർ അല്ല, പക്ഷെ എന്താണ് സെക്ഷൻ ലെയർ എന്ന് അറിഞ്ഞിരിക്കണം. ഓക്കെ അല്ലേ? എന്താണ് അപ്പോൾ അടുത്ത ഓപ്ഷൻ എന്താ കിടക്കുന്നത്? ആപ്ലിക്കേഷൻ ലെയർ അല്ലേ. ആപ്ലിക്കേഷൻ ലെയർ ആണ് ഇത് യൂസറുമായിട്ട് ഡയറക്റ്റ് ഇൻട്രാക്ഷൻ വരുന്നത്. അതുപോലെ തന്നെ അതിനെ ഒരു യൂസർ ലെയർ എന്നാണ് വിളിക്കുന്നത്. ഓക്കെ, ആപ്ലിക്കേഷൻ ലെയറിനെ വിളിക്കുന്ന മറ്റൊരു പേരാണ് എന്ത്? യൂസർ ലെയർ എന്ന് പറയുന്നത്. അതായത് അവിടെ ഡയറക്റ്റുമായിട്ടായിരിക്കും യൂസറുമായിട്ട് ഇൻട്രാക്ഷൻ നടത്തുന്നത്. അപ്പോൾ യൂസർ ഉപയോഗിക്കുന്ന FTP അല്ലെങ്കിൽ ഇമെയിൽ ബ്രൗസേഴ്സ് പോലെയുള്ള യൂസർ ഡയറക്റ്റ് ഉപയോഗിക്കുന്ന ആപ്ലിക്കേഷൻസ് യൂസ് ചെയ്യുന്നത് എവിടെയായിരിക്കും? ആപ്ലിക്കേഷൻ ലെയർ അഥവാ യൂസർ ലെയറിലായിരിക്കും. അപ്പോൾ എന്താണ് നമ്മുടെ ആൻസർ എന്ന് പറഞ്ഞാൽ ഓപ്ഷൻ ബി ആയിരിക്കും നമ്മുടെ ആൻസർ എന്ന് പറയുന്നത്. അടുത്ത എന്താ? പ്രസന്റേഷൻ ലെയർ എന്ന് പറഞ്ഞാൽ ഒരു ട്രാൻസ്ലേറ്റർ പോലെ ആയിരിക്കും. ഒരു ട്രാൻസ്ലേറ്റർ പോലെ, അതായത് ഡേറ്റാനെ എൻക്രിപ്റ്റ് ചെയ്യുക, ഡിക്രിപ്റ്റ് ചെയ്യുക അല്ലെങ്കിൽ കംപ്രസ് ചെയ്യുക എന്നൊരു ജോലിയാണ് ആർക്കുള്ളത്? പ്രസന്റേഷൻ ലെയറിനകത്ത് വരുന്നത്. എന്തൊക്കെയാണ് പ്രസന്റേഷൻ ലെയറിനകത്ത് വരുന്നത്? ഒരു ഡേറ്റ കിട്ടിക്കഴിഞ്ഞാൽ അതിനെ ട്രാൻസ്ലേറ്റർ പോലെ ആയിരിക്കും യൂസ് ചെയ്യുന്നത്. അതായത് ഒരു ഡിക്രിപ്റ്റ് ചെയ്യാനോ അല്ലെങ്കിൽ എൻക്രിപ്റ്റ് ചെയ്യാനോ അല്ലെങ്കിൽ കംപ്രസ് ചെയ്യാനോ യൂസ് ചെയ്യുന്ന ഒരു OSI മോഡലിലെ ഒരു ലെയർ ആണ് എന്താ? പ്രസന്റേഷൻ ലെയർ എന്ന് പറയുന്നത്. അപ്പോൾ ഇതിലുള്ള കാര്യങ്ങൾ എന്താണെന്ന് പഠിച്ചിട്ടുണ്ടാവണം. അടുത്തത് ട്രാൻസ്പോർട്ട് ലെയർ ആണ്. ട്രാൻസ്പോർട്ട് ലെയർ എന്ന് ഉദ്ദേശിക്കുന്നത് എന്താ? അവിടെ നമുക്ക് ട്രാൻസ്പോർട്ട് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ ഒരു സെൻറ്റർ ഉണ്ടെങ്കിൽ ആ സെൻറ്ററിൽ നിന്നും റിസീവറിലേക്ക് ഒരു ഡേറ്റാനെ ട്രാൻസ്ഫർ ചെയ്ത് കൊടുക്കുക എന്നൊരു ജോലിയാണ് ആർക്കുള്ളത്? ട്രാൻസ്പോർട്ട് ലെയറിനുള്ളത്. ഒരു സെൻറ്ററിൽ നിന്നൊരു ഡേറ്റ കിട്ടിക്കഴിഞ്ഞാൽ ആ ഡേറ്റനെ സുരക്ഷിതമായിട്ട് റിസീവറിലായിട്ട് എത്തിക്കുക, ട്രാൻസ്പോർട്ട് ചെയ്ത് കൊടുക്കുക എന്നൊരു ജോലിയാണ് ആർക്കുള്ളത്? ട്രാൻസ്പോർട്ട് ലെയറിനുള്ളത്. അപ്പോൾ ഓർത്തു വെക്കുക, ഓരോ ഓപ്ഷനിനകത്തും എന്തൊക്കെ കാര്യങ്ങളാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളതെന്ന്. സെക്ഷൻ ലെയറിനകത്ത് എന്താ പറയുന്നത്? സെക്ഷൻ ലെയർ എന്ന് പറഞ്ഞാൽ OSI മോഡലിൻ്റെ ടോപ്പിലുള്ളൊരു ലെയർ ആണ് സെക്ഷൻ ലെയർ എന്ന് പറഞ്ഞാൽ. ഒരു കമ്മ്യൂണിക്കേഷനെ സ്റ്റാർട്ട് ചെയ്യാനോ മാനേജ് ചെയ്യാനോ അല്ലെങ്കിൽ എൻഡ് ചെയ്യാനോ യൂസ് ചെയ്യുന്ന OSI മോഡലിലെ ലെയർ ആണ് സെക്ഷൻ ലെയർ എന്ന് പറയുന്നത്. ആപ്ലിക്കേഷൻ ലെയറിനെ വിളിക്കുന്ന മറ്റൊരു പേരാണ് യൂസർ ലെയർ. അതായത് യൂസർ യൂസ് ചെയ്യുന്ന ആപ്ലിക്കേഷൻസ് ആയിട്ടുള്ള ബ്രൗസേഴ്സോ ഇമെയിൽസോ FTPയോ പോലെയുള്ള ആപ്ലിക്കേഷൻസുമായിട്ട് യൂസർ ഡയറക്റ്റ് ഇൻട്രാക്ട് ചെയ്യുന്നത് ഏത് വഴിയായിരിക്കും? ആപ്ലിക്കേഷൻ ലെയറുമായിട്ടായിരിക്കും. എന്തിനാ പ്രസന്റേഷൻ ലെയർ? ഒരു ട്രാൻസ്ലേറ്റർ പോലെയല്ലേ, ഒരു ഡേറ്റാനെ എൻക്രിപ്റ്റ് ചെയ്യാനോ ഡിക്രിപ്റ്റ് ചെയ്യാനോ അല്ലെങ്കിൽ കംപ്രസ് ചെയ്യാനോ യൂസ് ചെയ്യുന്ന OSI മോഡലിലെ ഒരു ലെയർ ആണ് പ്രസന്റേഷൻ ലെയർ എന്ന് പറയുന്നത്. അത് എന്താ? ട്രാൻസ്പോർട്ട് ലെയർ എന്ന് ഉദ്ദേശിക്കുന്നത് എന്താ? അവിടെ ഡേറ്റാനെ ട്രാൻസ്പോർട്ട് ചെയ്ത് കൊടുക്കുകയാണ്. സെൻറ്ററിൽ നിന്നും റിസീവറിലേക്ക് ഒരു ഡേറ്റ കിട്ടിക്കഴിഞ്ഞാൽ സുരക്ഷിതമായിട്ട് ട്രാൻസ്പോർട്ട് ചെയ്ത് കൊടുക്കുക എന്നൊരു ജോലിയാണ് ട്രാൻസ്പോർട്ട് ലെയറിനുള്ളത്. അപ്പോൾ ഇതിൻ്റെ മനസ്സിലായല്ലോ? ഒന്ന് കൂടുതലായിട്ടൊന്ന് നോക്കിപ്പോവാം അല്ലേ. അപ്പോൾ നമുക്ക് ഒരു ഇമേജ് വെച്ച് പഠിച്ചു പോകാം. ഇമേജിൽ എന്താ കിടക്കുന്നത്? ഡയറക്റ്റ് ആയിട്ട് ഇൻട്രാക്ട് ചെയ്യണം എൻഡ് യൂസറുടെ. ആപ്ലിക്കേഷൻ ലെയർ എന്താ? ഡയറക്റ്റ് ആയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ക്രോമോ അല്ലെങ്കിൽ ഇമെയിൽസോ ഫയൽസോ എല്ലാം ഇട്ട് ആപ്ലിക്കേഷൻ ലെയർ ഡയറക്റ്റ് ആയിട്ട് ഒരു കമ്മ്യൂണിക്കേഷൻ നടത്തും. അവിടെ അതുവഴി നമുക്ക് എന്താ? നമുക്ക് കണ്ടോ, വെബ് ബ്രൗസിംഗ് വരെയോ അല്ലെങ്കിൽ ഒരു ഇമെയിൽ സെൻഡ് ചെയ്യുന്ന ഒരു ഫയൽ ട്രാൻസ്ഫർ ചെയ്യുന്ന വരെയോ എന്താ? ഡയറക്റ്റ് ആയിട്ടാണ് അവർ ഇൻട്രാക്ഷൻ നടത്തുന്നത്. അതുപോലെ തന്നെ അത് ആദ്യമായിട്ട് പഠിക്കുന്നവരുണ്ടെങ്കിൽ ഒന്ന് ഓർത്തു വെക്കുക, OSI മോഡലിന് നമുക്ക്
7 layers ആണുള്ളത്. എന്തൊക്കെയാ? ഫിസിക്കൽ ലെയർ, ഡേറ്റ ലിങ്ക് ലെയർ, നെറ്റ്വർക്ക് ലെയർ, ട്രാൻസ്പോർട്ട് ലെയർ, സെക്ഷൻ ലെയർ, പ്രസന്റേഷൻ ലെയർ, ആപ്ലിക്കേഷൻ ലെയർ. ആപ്ലിക്കേഷൻ ലെയർ എന്താ? ഏറ്റവും ടോപ്പിലുള്ള ലെയർ ആണ് എന്താ? ആപ്ലിക്കേഷൻ ലെയർ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ പ്രസന്റേഷൻ എന്താ? 6ാമത്തെ ലെയർ ആണ്. സെക്ഷൻ ലെയർ 5ാമത്തതും ട്രാൻസ്പോർട്ട് ലെയർ 4ാമത്തെ ലെയറുമാണ്. അപ്പോൾ ലെയേഴ്സ് എന്തൊക്കെയാണെന്നൊന്ന് പഠിച്ചു വെക്കുകയാണെങ്കിൽ നമുക്ക് കൺഫ്യൂഷൻ വരത്തില്ല. ഈ ഒരു ഇമേജ് ഓർത്ത് വെക്കുക. തന്നിരിക്കുന്ന കാര്യങ്ങൾ എന്താണെന്നും കൂടെ മനസ്സിലാക്കി വെക്കുക. ആപ്ലിക്കേഷൻ ലെയർ എന്തായിരുന്നു? ഒരു യൂസർ ലെയർ ആണ്. പ്രസന്റേഷൻ ലെയർ എന്ന് പറഞ്ഞാൽ ഒരു ട്രാൻസ്ലേറ്റർ പോലെ ആയിരിക്കും. ഒരു ഡേറ്റ കിട്ടിക്കഴിഞ്ഞാൽ അതിനെ ട്രാൻസ്ലേറ്റ് ചെയ്ത് കൊടുക്കുക എന്നുള്ളതായിരിക്കും. ഫോർമാറ്റിനെ എൻക്രിപ്റ്റ് ചെയ്യുക, ഡിക്രിപ്റ്റ് ചെയ്യുക എന്നൊരു ജോലിയൊക്കെയാണ് പ്രസന്റേഷൻ ലെയറിലുള്ളത്. അടുത്തത് എന്താ? കമ്മ്യൂണിക്കേഷൻ ലെയർ ഒരു ട്രാൻസ്പോർട്ട് ലെയർ ആയിരിക്കും. അടുത്ത ഡെലിവറി സർവീസസ് എന്താ? ട്രാൻസ്പോർട്ട് ലെയർ ഉദ്ദേശിക്കുന്നത് എന്താ? ഒരു ഡെലിവറി സർവീസസ് പോലെ ആയിരിക്കും. ഒരു ഡേറ്റ കിട്ടിക്കഴിഞ്ഞാൽ സെൻറ്ററിൽ നിന്നും റിസീവറിലേക്ക് ഡേറ്റാനെ എത്തിക്കുക എന്നൊരു ജോലിയാണ് ആർക്കുള്ളത്? ട്രാൻസ്പോർട്ട് ലെയർ ഉള്ളത്. അപ്പോൾ ഈ ഒരു ചോദ്യം മനസ്സിലായല്ലോ. നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോകാം അല്ലേ? എന്താ അടുത്ത ചോദ്യം ചോദിച്ചിരിക്കുന്നത്? വിച്ച് ഓഫ് ദ ഫോളോയിങ് ഹാൻഡിൽസ് കമ്മ്യൂണിക്കേഷൻ ബിറ്റ്വീൻ ഇൻ ദ CPU, RAM ആൻഡ് ദ PCI Express, അതായത് ഗ്രാഫിക്സ് കാർഡ് സ്ലോട്ട് ഓൺ ദ മദർ ബോർഡ്. അതായത് ക്വസ്റ്റ്യൻ കാണുമ്പോൾ നമ്മൾ വിചാരിക്കും വലിയൊരു ക്വസ്റ്റ്യൻ ആണ്, നമുക്ക് ആൻസർ ചെയ്യാൻ പറ്റുമെന്ന് തോന്നും. പക്ഷേ അതല്ല, നമ്മൾ വിശദീകരിച്ച് കഴിയുമ്പോൾ ചെറിയൊരു ക്വസ്റ്റ്യൻ തന്നെ നമുക്ക് എല്ലാവർക്കും മനസ്സിലാവും. എന്താ? വിച്ച് ഓഫ് ദ ഫോളോയിങ് ഹാൻഡിൽസ് കമ്മ്യൂണിക്കേഷൻ ബിറ്റ്വീൻ CPU, RAM ആൻഡ് ഗ്രാഫിക്സ് കാർഡ്, അതല്ലെങ്കിൽ PCI Express, ഗ്രാഫിക്സ് കാർഡ് സ്ലോട്ട് ഓൺ ദ മദർ ബോർഡ്. ഓക്കെ, നമുക്ക് തന്നിട്ടുള്ളതല്ലേ 3 കാര്യങ്ങൾ ഇതൊക്കെ തന്നിട്ടുള്ളത്. CPU, RAM, PCI Express, ഗ്രാഫിക്സ് കാർഡ്. 3 ഹാർഡ്വെയർ കമ്പോണൻസുമായിട്ട് ഡേറ്റ ഡയറക്റ്റുമായിട്ട് ഷെയർ ചെയ്യാൻ സാധിക്കും എന്നുള്ളത് ഏതാണെന്നാണ് നമ്മൾ ചോദിച്ചിരിക്കുന്നത്. ഫസ്റ്റ് വൺ എന്താ? സൗത്ത് ബ്രിഡ്ജ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. സൗത്ത് ബ്രിഡ്ജ് എന്ന് വെച്ചാൽ എന്താ? നമ്മൾ ഉപയോഗിക്കുന്ന സാറ്റ, ഓക്കെ, സാറ്റ, അതുപോലെ തന്നെ മദർ ബോർഡ്, നമ്മൾ ഉപയോഗിക്കുന്ന സാറ്റ ആയിക്കോട്ടെ, കീബോർഡ്, മൗസ്, ഇതുപോലെയുള്ള ഹാർഡ്വെയർ കമ്പോണൻസ്, അതായത് പെരിഫറൽ ഡിവൈസുകൾ തമ്മിൽ കമ്മ്യൂണിക്കേഷൻ നടത്തുന്നുണ്ടെങ്കിൽ, ഉപയോഗിക്കുന്ന ഒരു ബ്രിഡ്ജാണ്, ഒരു ചിപ്പാണ് എന്ത്? സൗത്ത് ബ്രിഡ്ജ് എന്ന് ഉദ്ദേശിക്കുന്നത്. ഏതൊക്കെയാണ്? നമ്മുടെ സാറ്റ ആയിക്കോട്ടെ, അല്ലെങ്കിൽ ഒരു കീബോർഡ് ആയിക്കോട്ടെ, മൗസ് ആയിക്കോട്ടെ, ഇങ്ങനത്തെയുള്ള ഒരു പെരിഫറൽ ഡിവൈസുകൾ തമ്മിൽ കമ്മ്യൂണിക്കേഷൻ നടത്താൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഒരു ചിപ്പിനെയാണ് എന്ത്? സൗത്ത് ബ്രിഡ്ജ് എന്ന് പറയുന്നത്. ഓക്കെ, ഇവിടെ നമ്മൾ CPU-ഉം RAM-ഉം ഗ്രാഫിക്സ് കാർഡും ഈ ഒരു സ്ലോട്ടിനുള്ളിൽ വരുന്നതാണോ? ഈ ഒരു മദർ ബോർഡിനുള്ളിൽ വരുന്നതാണോ? അല്ല അല്ലേ? അതുകൊണ്ട് തന്നെ എന്താ? ഓപ്ഷൻ എ നമ്മുടെ ആൻസർ അല്ല. എന്തൊക്കെയാ സൗത്ത് ബ്രിഡ്ജിനകത്ത് വരുന്നത്? സാറ്റ് വരുന്നുണ്ട്, എന്തൊക്കെ വരുന്നുണ്ട്? ഇത് വരുന്നുണ്ട്, നമ്മുടെ കീബോർഡ് വരുന്നുണ്ട്, മൗസ് വരുന്നുണ്ട്. ഓക്കെ അല്ലേ? അപ്പോൾ അതിൽ എന്താണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത് മനസ്സിലാക്കി പഠിക്കുക. അടുത്ത എന്താ? നോർത്ത് ബ്രിഡ്ജ്. അതായത് നമ്മുടെ ആൻസർ എന്ന് പറഞ്ഞാൽ നോർത്ത് ബ്രിഡ്ജ് ആണ്. നോർത്ത് ബ്രിഡ്ജിന്റെ ഉള്ളിലാണ് CPU, RAM, ഗ്രാഫിക്സ് കാർഡ് പോലെയുള്ള ചിപ്പുകൾ അടങ്ങിയിട്ടുള്ളത്. ഓക്കെ, ഗ്രാഫിക്സ് കാർഡ്, നമ്മുടെ CPU, RAM, നമ്മുടെ സെൻട്രൽ പ്രോസസ്സിംഗ് യൂണിറ്റ് ആയിക്കോട്ടെ, റാൻഡം ആക്സസ് മെമ്മറി ആയിക്കോട്ടെ, നമ്മുടെ PCI Express, അതായത് ഗ്രാഫിക്സ് കാർഡ് പോലെയുള്ള സ്ലോട്ടുകൾ ആയിക്കോട്ടെ, അത്തരത്തിലുള്ള ചിപ്പുകൾ അടങ്ങിയിട്ടുള്ളത് എവിടെയായിരിക്കും? നോർത്ത് ബ്രിഡ്ജിലായിരിക്കും. നമ്മുടെ ആൻസർ എന്ന് പറഞ്ഞാൽ എവിടെയാണ്? നോർത്ത് ബ്രിഡ്ജ്. ഓപ്ഷൻ ബി ആയിരിക്കും നമ്മുടെ ആൻസർ എന്ന് പറയുന്നത്. അടുത്ത എന്താ? സി. ഓപ്ഷൻ സി എന്താ? ബയോസ്. എന്താ ബയോസിന്റെ ഫുൾ ഫോം? ബേസിക് ഇൻപുട്ട് ഔട്ട്പുട്ട് സിസ്റ്റം അല്ലേ? ബേസിക് ഇൻപുട്ട് ഔട്ട്പുട്ട് സിസ്റ്റം ആണ് ബയോസിന്റെ ഫുൾ ഫോം എന്ന് പറഞ്ഞാൽ. നമ്മുടെ സിസ്റ്റം സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഉപയോഗിക്കുന്ന, ആദ്യം പ്രവർത്തിക്കുന്നത് ഏതായിരിക്കും? ബയോസ് ആയിരിക്കും. അതെല്ലാവർക്കും തന്നെ അറിയാം, എങ്കിലും ഒന്ന് പറയുകയാണ്. ബയോസ് എന്ന് വെച്ചാൽ എന്താ? നമ്മളൊരു സിസ്റ്റം പ്രവർത്തിക്കുന്നതിന് മുന്നേ തന്നെ സ്റ്റാർട്ട് ആകുന്നത് എന്തായിരിക്കും? ബയോസ് ആയിരിക്കും. ഓക്കെ അല്ലേ? അപ്പോൾ നമ്മുടെ ആൻസർ ആയിട്ട് വരില്ലല്ലോ, കാരണം ഓൾറെഡി നമ്മൾ ആൻസർ പറഞ്ഞു. നമ്മുടെ ആൻസർ നോർത്ത് ബ്രിഡ്ജ് ആണെന്ന് പറഞ്ഞു കഴിഞ്ഞു. അടുത്ത എന്താ? CMOS. CMOS എന്ന് വെച്ചാൽ എന്താ? കോംപ്ലിമെന്ററി മെറ്റൽ ഓക്സൈഡ് സെമി കണ്ടക്ടർ. ഓർത്ത് വെക്കുക, കോംപ്ലിമെന്ററി മെറ്റൽ ഓക്സൈഡ് സെമി കണ്ടക്ടർ. ഓക്കെ, ഫുൾ ഫോം മനസ്സിലായല്ലോ. കോംപ്ലിമെന്ററി മെറ്റൽ ഓക്സൈഡ് സെമി കണ്ടക്ടർ ആണ് CMOന്റെ ഫുൾ ഫോം. അപ്പോൾ CMOSന്റെ ജോലി എന്തായിരിക്കും? നമ്മുടെ ബയോസ് അല്ലെങ്കിൽ ടൈം അല്ലെങ്കിൽ ഡേറ്റ് പോലെയുള്ള ഇൻഫോർമേഷൻസ് സ്റ്റോർ ചെയ്ത് വെക്കുന്ന ഒരു മെമ്മറിയാണ് എന്താ? CMOS എന്ന് വെക്കുന്നത്. അപ്പോൾ പേര് കേൾക്കുമ്പോൾ വലിയ എന്തോ കാര്യമായിട്ട് നമുക്ക് തോന്നും. എന്താ ജോലി? പ്രധാനമായിട്ടും ജോലി നമ്മുടെ ബയോസിനെ സ്റ്റോർ ചെയ്ത് വെക്കുക, ടൈം, ഡേറ്റ പോലെയുള്ള ഇൻഫോർമേഷൻസ് സ്റ്റോർ ചെയ്ത് വെക്കുന്ന ഒരു മെമ്മറിയാണ് എന്താ? CMOS എന്ന് പറയുന്നത്. ഓക്കെ അല്ലേ? അപ്പോൾ നമുക്ക് ഈ ഒരു ചോദ്യത്തിൽ കൺഫ്യൂഷൻ ഇല്ലല്ലോ. നമുക്ക് സ്ഥിരമായിട്ട് പോകാം അല്ലേ? നമുക്ക് ഈ ഇമേജ് വെച്ച് തന്നെ പഠിച്ചു പോകാം. നമുക്കുള്ളത് CPU, നമ്മുടെ സെൻട്രൽ പ്രോസസ്സിംഗ് യൂണിറ്റ് ഉണ്ട്, നോർത്ത് ബ്രിഡ്ജ് ഉണ്ട്, സൗത്ത് ബ്രിഡ്ജ് ഉണ്ട്, റോം ഉണ്ട്. നമുക്ക് എല്ലാം റോം എന്ന് വെച്ചാൽ എന്താണെന്നു? റീഡ് ഓൺലി മെമ്മറിയാണ്. ഓക്കെ, അപ്പോൾ എന്താണ് നോർത്ത് ബ്രിഡ്ജ്? നോർത്ത് ബ്രിഡ്ജിനകത്താണ് നമ്മുടെ കണ്ടിട്ടുണ്ടാകുന്ന നമ്മുടെ റാമും അതുപോലെ തന്നെ ഗ്രാഫിക്സ് കാർഡും, അതുപോലെ തന്നെ എന്തായിരുന്നു? നമ്മുടെ CPU പോലുള്ള സ്ലോട്ടുകൾ ഉള്ളത് എവിടെയായിരുന്നു? നോർത്ത് ബ്രിഡ്ജിലായിരുന്നു. സൗത്ത് ബ്രിഡ്ജിൽ എന്ന് വെച്ചാൽ എന്തൊക്കെ ഭാഗങ്ങളുള്ളത്? എന്തൊക്കെ പെരിഫറൽ ഡിവൈസുകളാണ് ഉണ്ടിട്ടുള്ളത്? നമ്മുടെ മൗസ്, കീബോർഡ് അല്ലെങ്കിൽ സാറ്റ പോലെയുള്ള പെരിഫറൽ ഡിവൈസുകൾ തമ്മിൽ കമ്മ്യൂണിക്കേഷൻ നടത്താൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത് ഏതായിരിക്കും? സൗത്ത് ബ്രിഡ്ജ് ആയിരിക്കും യൂസ് ചെയ്യുന്നത്. ഓക്കെ അല്ലേ? നമുക്കിത് കാണാൻ സാധിക്കല്ലേ? നമ്മൾ മുമ്പ് പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ് ഇതിൽ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുള്ളത്. ക്ലാസ് കാണുമ്പോൾ ഇത് ശ്രദ്ധിച്ചാൽ നോക്കി പഠിച്ചു പോവുക.
ഓക്കെ, നമ്മുടെ അടുത്ത ചോദ്യത്തിലേക്ക് പോയാലോ. നമ്മുടെ അടുത്ത ചോദ്യത്തിൽ എന്താ ചോദിച്ചിരിക്കുന്നത്? An operating system uses a page table to map which of the following എന്താ ചോദ്യത്തിൽ ചോദിച്ചിരിക്കുന്നത്? An operating system uses a page table to map a which of the following. തന്നിരിക്കുന്ന ചോദ്യത്തിൽ നമുക്കൊരു കാര്യം കണ്ടു. എന്താ അത്? പേജ് ടേബിൾ എന്നൊരു വാക്ക് കണ്ടല്ലേ? അപ്പൊ എന്താ ഈ പേജ് ടേബിൾ എന്ന് ഉദ്ദേശിക്കുന്നത്? നമുക്കൊരു ക്വസ്റ്റ്യൻ കിട്ടിക്കഴിഞ്ഞപ്പോൾ നമുക്ക് ക്വസ്റ്റ്യൻ ഒരു ക്ലൂ കിട്ടി. പേജ് ടേബിൾ ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിനകത്ത് പേജ് ടേബിൾ ഡയറക്റ്റുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് ഏതെന്നാണ് നമ്മൾ ചോദിച്ചത്. അപ്പൊ പേജ് ടേബിൾ എന്നൊരു കാര്യം എന്താണ് നമ്മൾ അറിഞ്ഞിരിക്കണം. എന്താ ഈ പേജ് ടേബിൾ എന്ന് ഉദ്ദേശിക്കുന്നത്? ഇപ്പൊ നമുക്ക് പ്രോഗ്രാംസ് എല്ലാം നമ്മുടെ റാമിൽ ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിൽ പ്രോഗ്രാംസ് എല്ലാം സ്റ്റോർ ചെയ്ത് വെക്കുന്നത് എവിടെയായിരിക്കും? റാമിലായിരിക്കും അല്ലേ? റാൻഡം ആക്സസ് മെമ്മറിയിലാണ് പ്രോഗ്രാംസ് ഒക്കെ സ്റ്റോർ ചെയ്ത് വെക്കുന്നത്. പക്ഷേ ഈ പ്രോഗ്രാംസ് എവിടെ നിന്നാണ് വരുന്നതെന്ന് ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിന് അറിയത്തില്ല. ഓക്കെ, ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിന് അറിയത്തില്ല ഇതൊക്കെ എവിടെ നിന്നാണ് ഈ പ്രോഗ്രാംസ് വരുന്നതെന്ന് ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിന് അറിയത്തില്ല. അപ്പോൾ ഈ ഓപ്പറേറ്റിംഗ് സിസ്റ്റം എന്ത് ചെയ്യും? ഒരു അഡ്രസ്സ് കിട്ടിക്കഴിഞ്ഞാൽ, ഒരു ലോജിക്കൽ അഡ്രസ്സ് കിട്ടിക്കഴിഞ്ഞാൽ അതിനെ ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിലേക്ക് കൊടുത്ത ഓപ്പറേറ്റിംഗ് സിസ്റ്റം അതിനൊരു ഫിസിക്കൽ അഡ്രസ് ആയിട്ട് കൺവേർട്ട് ചെയ്യും. ഈ ഒരു കൺവേർഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഒരു ടേബിൾ ആണ് എന്താ? പേജ് ടേബിൾ എന്ന് പറഞ്ഞാൽ. അതായത് ഒരു വെർച്വൽ ഉണ്ടെങ്കിൽ അതിനെ ഒരു വെർച്വൽ അഡ്രസ്സ് ഉണ്ടെങ്കിൽ അതിനൊരു ഫിസിക്കൽ അഡ്രസ് ആയിട്ട് കൺവേർഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ ഓപ്പറേറ്റിംഗ് സിസ്റ്റം യൂസ് ചെയ്യുന്ന ഒരു ടേബിൾ ആണ് എന്ത്? പേജ് ടേബിൾ. അപ്പോൾ ആ ഒരു പേജ് ടേബിൾ മാപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ഏതാണ് നമ്മൾ യൂസ് ചെയ്യുന്നതാണ് നമ്മൾ ചോദിച്ചിരിക്കുന്നത്. ഓൾറെഡി തന്നെ നമ്മൾ ക്വസ്റ്റ്യൻ വായിച്ചപ്പോൾ അതിനോട് കൂടെ തന്നെ ആൻസറും പറഞ്ഞു പോയി അല്ലേ? അതാണ് നമുക്കുള്ളത്. ഒരു ക്വസ്റ്റ്യൻ കിട്ടിക്കഴിയുമ്പോൾ ആ ക്വസ്റ്റ്യനിൽ തന്നെ ഉണ്ട് ഒരു ആൻസർ കണ്ടുപിടിക്കാനുള്ള എളുപ്പ വഴി. ഓക്കെ അല്ലേ? അപ്പൊ ഈ ഒരു ക്വസ്റ്റ്യനകത്ത് നമ്മുടെ ആൻസർ നമുക്ക് പറഞ്ഞപ്പോൾ തന്നെ ഡിസ്കസ് നമുക്ക് കിട്ടിക്കഴിഞ്ഞു. എന്താണ്? ഓപ്ഷൻ എ ആണ് നമ്മുടെ ആൻസർ എന്ന് പറഞ്ഞാൽ. അതായത് ഒരു ലോജിക്കൽ അല്ലെങ്കിൽ ഒരു വെർച്വൽ അഡ്രസ്സിനെ ടു ഫിസിക്കൽ അഡ്രസ്സിലോട്ട് കൺവേർഷൻ ചെയ്യുകയാണ്. അതിന് വേണ്ടിയിട്ടാണ് പേജ് ടേബിൾ എന്ന് പറഞ്ഞ മാപ്പിംഗ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ എന്താണ് ഈ ലോജിക്കൽ അഡ്രസ്സ് എന്ന് ഉദ്ദേശിക്കുന്നത്? എന്താ നമുക്ക് കാണാൻ സാധിക്കുന്നതിനൊക്കെ ലോജിക്കൽ അഡ്രസ്സ്. ഫിസിക്കൽ അഡ്രസ്സ് എന്ന് ഉദ്ദേശിക്കുമ്പോൾ നമുക്കത് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഒരു ലോജിക്കൽ അഡ്രസ്സ് കിട്ടിക്കഴിഞ്ഞാൽ അതിനെ ഒരു ഫിസിക്കൽ അഡ്രസ്സിലോട്ട് കൺവേർട്ട് ചെയ്യുകയാണ് നമ്മുടെ ഓപ്പറേറ്റിംഗ് സിസ്റ്റം. ഒരു വെർച്വൽ അഡ്രസ്സിനെ ഫിസിക്കൽ അഡ്രസ്സിലോട്ട് കൺവേർട്ട് ചെയ്യുകയാണെങ്കിൽ അതിനുപയോഗിക്കുന്ന ഒരു ടേബിളാണ് പേജ് ടേബിൾ എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് ഓൾറെഡി ആൻസർ കിട്ടിക്കഴിഞ്ഞു. ഏതാണ് ആൻസർ? ഓപ്ഷൻ എ ആണ് നമ്മുടെ ആൻസർ എന്ന് പറയുന്നത്. അടുത്തത് എന്താ? ഹാർഡ് ഡ്രൈവ് സെൻറ്റേഴ്സ് ടു റാം സെൻറ്റേഴ്സ്. ഹാർഡ് ഡ്രൈവ് സെൻറ്റേഴ്സ് ടു റാം സെൻറ്റേഴ്സ് എന്ന് ഉദ്ദേശിക്കുന്നത് എന്താ? നമ്മുടെ ഹാർഡ് ഡ്രൈവ് സെൻറ്റേഴ്സ് ടു റാം സെൻറ്റേഴ്സ് എന്ന് ഉദ്ദേശിക്കുമ്പോൾ നമ്മുടെ ഡേറ്റാസ് ഒക്കെ സ്റ്റോർ ചെയ്ത് വെക്കാൻ വേണ്ടിയിട്ട്, നമ്മുടെ ഡേറ്റ ഫയൽസ് ഒക്കെ സ്റ്റോർ ചെയ്ത് വെക്കുന്ന ഹാർഡ് ഡ്രൈവ് സെൻറ്റേഴ്സിലായിരിക്കും അല്ലേ? ആ ഡേറ്റാസിനെ സ്റ്റോർ ചെയ്ത് വെക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഒരു ഭാഗമാണ് എന്താ? ഹാർഡ് ഡ്രൈവ് സെൻറ്റേഴ്സ് ടു റാം സെൻറ്റേഴ്സ് എന്ന് ഉദ്ദേശിക്കുന്നത്. ഹാർഡ് ഡ്രൈവിൽ നിന്നും റാം സെൻറ്റേഴ്സിലോട്ട് ഡേറ്റനെ സ്റ്റോർ ചെയ്ത് വെക്കുകയാണ് ചെയ്യുന്നത്. അടുത്ത എന്താ? ഫയൽ നെയിം ടു ഡിസ്ക് ലൊക്കേഷൻ. അതായത് ഇവിടെ എന്താ ഉദ്ദേശിക്കുന്നത്? നമ്മുടെ ഫയൽ നെയിംസ് ഒക്കെ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ഇപ്പോൾ എന്താ നമ്മൾക്ക് ഫോർ എക്സാമ്പിൾ വേണമെങ്കിൽ HZ4 എന്ന് പറഞ്ഞൊരു ഫയൽ നെയിം ഉണ്ടെങ്കിൽ ഈ ഫയൽ നെയിം കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ഫയൽ നെയിം സ്റ്റോർ ചെയ്യാനൊക്കെ യൂസ് ചെയ്യുന്നതാണ് എന്താ? ഫയൽ നെയിം ടു ഡിസ്ക് ലൊക്കേഷൻ എന്ന് പറയുന്ന ഒരു ഓപ്ഷനിൽ പറഞ്ഞിട്ടുള്ളത്. അടുത്തെന്താ? ക്യാഷ് മെമ്മറി ടു രജിസ്റ്റേഴ്സ്. നമുക്ക് ചിലപ്പോൾ ഇപ്പോൾ ഈ പറയുന്ന ഹാർഡ് ഡ്രൈവ് സെൻറ്റേഴ്സും റാം സെൻറ്റേഴ്സും വരുമ്പോൾ ചെറിയൊരു കൺഫ്യൂഷൻ വരത്തില്ലേ? കാരണം ഇതൊക്കെ മെമ്മറിയുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു ഓപ്ഷനാണ്. അപ്പോൾ നമ്മൾ വിചാരിക്കും ഓക്കെ അപ്പോൾ ഇതായിരിക്കും ആൻസർ എന്ന്. ഓക്കെ, ഓപ്ഷൻ ബി നമ്മൾ ഡിസ്കസ് ചെയ്തപ്പോൾ നമ്മൾ പറയാൻ വിട്ടുപോയതാണ്. ഹാർഡ് ഡ്രൈവ് സെൻറ്ററിൽ നിന്നും റാം സെൻറ്ററും മാറിപ്പോകരുത്. കാരണം ഇതൊരു മെമ്മറി റിലേറ്റഡ് ആയിട്ട് വരുന്നതാണ്. മെമ്മറി ആയിട്ട് പേജ് ടേബിളിന് യാതൊരു ബന്ധവും വരുന്നില്ല. അപ്പോൾ ഇതൊരിക്കലും നമ്മുടെ ആൻസർ വരില്ല കേട്ടോ. അടുത്തത് സി നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. ഫയൽ നെയിം സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ HZ4 എന്ന് പറയുന്നൊരു ഫയൽ നെയിം, അങ്ങനെയുള്ള ഫയൽ നെയിംസ് ഉണ്ടെങ്കിൽ ആ ലൊക്കേഷൻ കണ്ടുപിടിക്കാൻ വേണ്ടി ഒരു ഫയൽ നെയിം സ്റ്റോർ ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ അത് ഏത് ലൊക്കേഷനിലാണെന്ന് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടായിരിക്കും നമ്മൾ ഫയൽ നെയിം ടു ഡിസ്ക് ലൊക്കേഷൻ യൂസ് ചെയ്യാറുള്ളത്. അടുത്തത് ക്യാഷ് മെമ്മറി ടു രജിസ്റ്റേഴ്സ്. എന്താ? ഇതൊക്കെ CPU ഉള്ളിൽ വരുന്ന ഭാഗങ്ങളാണ് അല്ലേ? CPU കൂടെ വരുന്ന കാര്യങ്ങളാണ് ഈ ക്യാഷ് മെമ്മറി ടു രജിസ്റ്റേഴ്സ് എന്നൊക്കെ പറയുന്നത്. ഓക്കെ അല്ലേ? അപ്പം നമുക്ക് ആൻസർ കിട്ടിയല്ലോ. നമ്മുടെ ആൻസർ എന്ന് പറഞ്ഞാൽ ലോജിക്കൽ ഓർ വെർച്വൽ അഡ്രസ്സ് ടു ഫിസിക്കൽ അഡ്രസ് ആയിരിക്കും പേജ് ടേബിൾ മാപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് കൂടുതലായിട്ടും യൂസ് ചെയ്യാറുള്ളത്. ഓക്കെ അല്ലേ? കണ്ടു നോക്കിക്കേ. കൺവേർട്ട് ടു വെർച്വൽ അഡ്രസ് ഇൻ ദ ഫിസിക്കൽ മെമ്മറി അഡ്രസ്. അപ്പോൾ എന്താണ്? ഹാർഡ് ഡ്രൈവ് സെൻറ്റേഴ്സ് ടു റാം സെൻറ്റേഴ്സ് നോട്ട് ദ ഫംഗ്ഷൻ ഓഫ് ദ പേജ് ടേബിൾ. പേജ് ടേബിളിൻ്റെ ഫംഗ്ഷൻ ആയിട്ട് വരുന്നതല്ല, ഇതൊക്കെ മെമ്മറിയുടെ ഫംഗ്ഷൻ ആയിട്ട് വരുന്ന ഭാഗങ്ങളാണ്. പേജ് ടേബിളും മെമ്മറിയുമായിട്ട് യാതൊരു ബന്ധവും ഉണ്ടാവില്ല. ഓക്കെ, നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോകാം അല്ലേ? നമ്മുടെ അടുത്ത ചോദ്യം എന്താ ചോദിച്ചിരുന്നത്? വിച്ച് ട്രാൻസ്മിഷൻ മീഡിയ യൂസേഴ്സ് ഇൻ ദ പ്രിൻസിപ്പിൾ ഓഫ് എ ടോട്ടൽ ഇന്റേണൽ റിഫ്ലക്ഷൻ ടു ദ ട്രാൻസ്ഫർ ഡേറ്റ. അതായത് ടോട്ടൽ ഇന്റേണൽ റിഫ്ലക്ഷൻ എന്ന് പറയുന്ന പ്രിൻസിപ്പിൾ യൂസ് ചെയ്തുകൊണ്ട് ഒരു ഡേറ്റാനെ ട്രാൻസ്ഫർ ചെയ്യുന്ന മീഡിയ എന്നാണ് നമ്മൾ ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ നമുക്ക് 4 ഓപ്ഷൻസ് ആണ് അവൈലബിൾ ആയിട്ടുള്ളത്. അതിന് മുന്നേ തന്നെ എന്താണ് ട്രാൻസ്മിഷൻ മീഡിയ എന്ന് അറിഞ്ഞിരിക്കണം. അതുപോലെ തന്നെ എന്താണ് ഈ പ്രിൻസിപ്പിൾ ആയിട്ടുള്ള ടോട്ടൽ ഇന്റേണൽ റിഫ്ലക്ഷൻ എന്ന് പറയുന്ന പ്രിൻസിപ്പിൾ എന്താണെന്ന് പറഞ്ഞിരിക്കണം.
ഫസ്റ്റ് എന്താണ് ഈ ട്രാൻസ്മിഷൻ മീഡിയ എന്ന് ഉദ്ദേശിക്കുന്നത്? ഒരു ഡേറ്റ ഒരു ഡേറ്റാനെ മറ്റൊരു സ്ഥലത്തേക്ക് പോകാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ആ ഒരു പാത്തിനെയാണ് എന്തെന്ന് പറയുന്നത്, ട്രാൻസ്മിഷൻ മീഡിയ എന്ന് പറയുന്നത്. അത് ചിലപ്പോൾ ഒരു കേബിൾ ആകാം, അല്ലെങ്കിൽ ഒരു വയർലെസ് ആവാം. ഓക്കെ, ട്രാൻസ്മിഷൻ മീഡിയ എന്ന് ഉദ്ദേശിക്കുന്നത് എന്താ? ഒരു ഡേറ്റ കിട്ടിക്കഴിഞ്ഞാൽ ഡേറ്റാനെ മറ്റൊരു ഡേറ്റയിലേക്ക് പോകാൻ ഉപയോഗിക്കുന്ന ആ ഒരു പാത്തിനെയാണ് നമ്മൾ എന്തെന്ന് പറഞ്ഞാൽ ട്രാൻസ്മിഷൻ മീഡിയ എന്ന് ഉദ്ദേശിക്കുന്നത്. ട്രാൻസ്മിഷൻ മീഡിയ എന്തൊക്കെ ആവാം? ഒരു കേബിൾ ആയിരിക്കാം, അല്ലെങ്കിൽ ഒരു വയർലെസ് പോലെയുള്ളതും ആകാം. അടുത്തത് എന്താണ് ഈ ടോട്ടൽ ഇന്റേണൽ റിഫ്ലക്ഷൻ എന്ന് ഉദ്ദേശിക്കുന്നത്? ഒരു ലൈറ്റ് അല്ലെങ്കിൽ ഒരു പ്രകാശകിരണം ഒരു ഭാഗത്ത് നിന്നുകൊണ്ട് മാത്രം റിഫ്ലക്റ്റ് ചെയ്യുകയാണ്. അതിന് പുറത്ത് പോകാതെ തന്നെ ഒരു ഭാഗത്ത് നിന്ന് മാത്രം അത് റിഫ്ലക്റ്റ് ചെയ്യുകയാണെങ്കിൽ അതിനെ പറയുന്ന പേരാണ് ഈ ടോട്ടൽ ഇന്റേണൽ റിഫ്ലക്ഷൻ എന്ന് ഉദ്ദേശിക്കുന്നത്. ഒരു ലൈറ്റ് വഴി ഒരു ഡേറ്റാനെ ട്രാൻസ്ഫർ ചെയ്യാണ് അവിടെ ചെയ്യുന്നത്. ഓക്കെ, നമുക്കൊരു ക്ലൂ കിട്ടിയല്ലേ? അപ്പോൾ ടോട്ടൽ ഇന്റേണൽ റിഫ്ലക്ഷൻ ഉദ്ദേശിക്കുന്നത് എന്താ? ആ ഒരു പ്രിൻസിപ്പിൾ പറയുന്നത് എന്താ? ഒരു പ്രകാശകിരണം അല്ലെങ്കിൽ ഒരു ലൈറ്റ് അത് ഒരു ഭാഗത്ത് നിന്ന് ഒരു കർവിൽ നിന്നുകൊണ്ട് മാത്രം പുറത്തു പോകാതെ അതിൽ നിന്ന് റിഫ്ലക്റ്റ് ചെയ്യുകയാണെങ്കിൽ അതിനെ പറയുന്ന പേരാണ്, ആ ഒരു പ്രിൻസിപ്പിളിനെ പറയുന്ന പേരാണ് ടോട്ടൽ ഇന്റേണൽ റിഫ്ലക്ഷൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഈ ഒരു പ്രിൻസിപ്പിൾ യൂസ് ചെയ്തുകൊണ്ട് ഡേറ്റാനെ ട്രാൻസ്മിഷൻ നടത്തുന്ന ആ ഒരു ഏത് മീഡിയ വഴിയാണെന്നാണ് നമ്മൾ ചോദിച്ചിരുന്നത്. ഫസ്റ്റ് ഓപ്ഷനിൽ എന്താ കിടക്കുന്നത്? കൊയാഷിക്കൽ കേബിൾ ആണ്. കൊയാഷിക്കൽ കേബിൾ എന്ന് ഉദ്ദേശിക്കുന്നത് എന്താ? നമ്മൾ യൂസ് ചെയ്യുന്നത് അതൊരു ഇലക്ട്രിക്കൽ കണക്ഷൻ ആയിട്ടുള്ളതാണ്. ഇലക്ട്രിക്കൽ കേബിളുമായിട്ട് കണക്റ്റഡ് ആയിട്ടുള്ളതാണ് കൊയാഷിക്കൽ കേബിൾ. നമ്മൾ യൂസ് ചെയ്യുന്ന നമ്മുടെ CCTVയിലായിക്കോട്ടെ, അല്ലെങ്കിൽ നമ്മുടെ കമ്പ്യൂട്ടറിലായിക്കോട്ടെ, അല്ലെങ്കിൽ TV-യിലായിക്കോട്ടെ കണക്ട് ചെയ്യുന്നത് എന്ത് വഴിയായിട്ടും കൊയാഷിക്കൽ കേബിൾ വഴിയിട്ടായിരിക്കും. നിങ്ങൾക്ക് ഒരു ഇമേജ് കണ്ടാൽ സാധിക്കും. കൊയാഷിക്കൽ കേബിൾ എന്ന് വെച്ചാൽ എന്തൊരു വയേർഡ് പോലെ ആയിരിക്കും അല്ലേ? ലിമിറ്റഡ് സ്പീഡ് ആൻഡ് ഡിസ്റ്റൻസ്. അതായത് നമ്മൾ യൂസ് ചെയ്യുന്ന നമ്മുടെ TV-യിലോ അല്ലെങ്കിൽ നമ്മുടെ CCTVയിലോ ഒക്കെ യൂസ് ചെയ്യുന്ന ഒരു ഇലക്ട്രിക്കൽ കണക്ഷനുമായിട്ട് ബന്ധപ്പെട്ടതാണ് എന്ത് കൊയാഷിക്കൽ കേബിൾ എന്ന് ഉദ്ദേശിക്കുന്നത്. ഒരു ഇലക്ട്രിക്കൽ ഡിവൈസ് ആണ് എന്ത് കൊയാഷിക്കൽ കേബിൾ. അടുത്ത എന്താ? ട്വിസ്റ്റഡ് പെയർ കേബിൾ. ട്വിസ്റ്റഡ് പെയർ കേബിൾ എന്ന് ഉദ്ദേശിക്കുന്നത് എന്താ? നമുക്ക് അതിൽ തന്നെ കാണാൻ സാധിക്കും, ട്വിസ്റ്റ് ചെയ്ത് പോവുക. അതും എന്താ? ഇലക്ട്രിക്കലുമായിട്ട് ബന്ധപ്പെട്ട കാര്യമാണ്. നമ്മളോട് ചോദിച്ചിരിക്കുന്നത് ഒരു ഇന്റേണൽ റിഫ്ലക്ഷനാണ്. ഇന്റേണൽ റിഫ്ലക്ഷൻ ഓൾറെഡി പറഞ്ഞു, ലൈറ്റുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ളതാണ് അല്ലേ? ഒരു ലൈറ്റുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ളതാണ് ഇന്റേണൽ റിഫ്ലക്ഷൻ എന്ന് ഉദ്ദേശിക്കുന്നത്. പക്ഷെ നമുക്ക് രണ്ട് ഓപ്ഷനിലും പറഞ്ഞിട്ടുള്ളത് ഈ തന്നിരിക്കുന്ന അതായത് എയും ബിയിലും പറഞ്ഞിട്ടുള്ളത് ഇലക്ട്രിക്കലുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ളതാണ്. നമുക്ക് വേണ്ടത് ലൈറ്റുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു ചോദ്യമാണ്. ലൈറ്റുമായിട്ട് ഒരു ഡേറ്റാനെ ട്രാൻസ്ഫർ ചെയ്യുന്നുണ്ടെങ്കിൽ ഏതായിരിക്കും യൂസ് ചെയ്യുന്നത്? അപ്പോൾ ട്വിസ്റ്റഡ് പെയറും കൊയാഷിക്കലും നമ്മുടെ ആൻസർ ആയിട്ട് വരുമോ? ഇല്ല അല്ലേ? എയും ബിയും നമ്മുടെ ആൻസർ ആയിട്ട് വരില്ല. അടുത്തത് ഫൈബർ ഒപ്റ്റിക്കൽ കേബിൾ. ഫൈബർ ഒപ്റ്റിക്കൽ കേബിൾ എന്ന് ഉദ്ദേശിക്കുന്നത് പ്രകാശകിരണം യൂസ് ചെയ്തുകൊണ്ട് തന്നെ ഡേറ്റാനെ ട്രാൻസ്ഫർ ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്നതാണ് ഫൈബർ ഒപ്റ്റിക്കൽ കേബിൾ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മുടെ ആൻസർ ഏതായിരിക്കും? ഓപ്ഷൻ സി ആണ് നമ്മുടെ ആൻസർ എന്ന് പറയുന്നത്. ഓക്കെ, ഓപ്ഷൻ സി ആണ് നമ്മുടെ ആൻസർ എന്ന് പറയുന്നത്. ഓക്കെ, നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഫൈബർ ഒപ്റ്റിക്കൽ കേബിൾ എന്ന് ഉദ്ദേശിക്കുന്നത് എന്താ? അതൊരു കേബിൾ വഴി, നമ്മളൊരു ലൈറ്റ് വഴിയായിട്ടായിരിക്കും ഒരു ഡേറ്റാനെ ട്രാൻസ്ഫർ ചെയ്യുന്നുണ്ടെങ്കിൽ അത് ഏത് വഴിയാണ്? ഓപ്ഷൻ സി, അതായത് ഫൈബർ ഒപ്റ്റിക്കൽ കേബിൾ വഴിയിട്ടായിരിക്കും ഒരു ഡേറ്റാനെ ട്രാൻസ്ഫർ ചെയ്യാൻ ഉപയോഗിക്കുന്നത്. അപ്പം നമ്മുടെ ആൻസർ ഏതാണ്? ഓപ്ഷൻ സി ആണ്. അടുത്ത എന്താ? സാറ്റലൈറ്റ് മൈക്രോവേവ് അല്ലേ? നമ്മൾ വിചാരിക്കും ഇതാണെങ്കിലോ സാറ്റലൈറ്റ് വഴിയിട്ടല്ലേ ഡേറ്റാനെ ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റുന്നത്? ഒരിക്കലും അല്ല അല്ലേ? കാരണം എന്തുകൊണ്ട്? അതിന് ഡേറ്റാനെ ട്രാൻസ്ഫർ ചെയ്യുന്നത് സാറ്റലൈറ്റ് വഴിയിട്ടാണ്. അത് ഒരു ഇലക്ട്രിക്കൽ വഴിയിട്ടാണ് ഡേറ്റാനെ ട്രാൻസ്ഫർ ചെയ്യുന്നത്. അതായത് ഒരു വയർലെസ്സുമായിട്ട്, സാറ്റലൈറ്റ് ഉദ്ദേശിക്കുന്നത് എന്താ? വയർലെസ്സുമായിട്ട് നമുക്ക് കണക്ട് ചെയ്യുന്നതാണ്. ഇവിടെ നമുക്ക് വിവേചിക്കുന്നത് എന്താ? നമ്മുടെ ലൈറ്റുമായിട്ട് ബന്ധപ്പെട്ടാണ് ചോദിച്ചിരിക്കുന്നത്. സാറ്റലൈറ്റുമായിട്ടാണോ? സാറ്റലൈറ്റ് എന്ന് ഉദ്ദേശിക്കുന്നത് എന്താ? നമ്മളിപ്പോൾ വയർലെസ് ആയിട്ടുള്ള ഒരു ഡേറ്റാനെ ട്രാൻസ്ഫർ ചെയ്യുകയാണെങ്കിൽ ഇന്റർനെറ്റ് ഒക്കെ നമ്മൾ യൂസ് ചെയ്യാറില്ലേ? അതിനൊരു എക്സാമ്പിൾ ആണ് എന്താ? സാറ്റലൈറ്റ് മൈക്രോവേവ് എന്ന് ഉദ്ദേശിക്കുന്നത്. ഫൈബർ ഒപ്റ്റിക്കൽ കേബിൾ എന്താ? നമ്മുടെ ടോട്ടൽ ഇന്റേണൽ റിഫ്ലക്ഷൻ എന്ന് പറയുന്ന ഈ ഒരു പ്രിൻസിപ്പിളിനെ ആശ്രയിച്ച്, ആ ഒരു പ്രിൻസിപ്പിൾ യൂസ് ചെയ്തുകൊണ്ട് ഡേറ്റാനെ ട്രാൻസ്ഫർ ചെയ്യുന്ന ഒരു മീഡിയയാണ് എന്ത്? ഫൈബർ ഒപ്റ്റിക്കൽ കേബിൾ എന്ന് ഉദ്ദേശിക്കുന്നത്. നമ്മുടെ ആൻസർ ഏതാണ്? ഓപ്ഷൻ സി ആണ് നമ്മുടെ ആൻസർ എന്ന് പറയുന്നത്. ഓക്കെ അല്ലേ? കൺഫ്യൂഷൻ ഇല്ലല്ലോ? അപ്പോൾ നമുക്കൊരു ഇമേജ് വെച്ച് തന്നെ പഠിച്ചു പോകുക. എന്താണ് കൊയാഷിക്കൽ കേബിൾ എന്ന് ഉദ്ദേശിക്കുന്നത്, എന്താണ് ട്വിസ്റ്റഡ് പെയർ എന്ന് ഉദ്ദേശിക്കുന്നത്, എന്താണ് ഫൈബർ ഒപ്റ്റിക് എന്ന് പറയുന്നത്. ഹൈ സ്പീഡ് ഓവർ ദ ലോങ് ഡിസ്റ്റൻസ് വിത്ത് ഗ്രേറ്റ് റിലയബിലിറ്റി. അതുകൊണ്ട് തന്നെ നമുക്ക് എന്തൊക്കെ ഉപകാരങ്ങളുണ്ട്? സ്പീഡ് കൂടുതലായിരിക്കും. ഓക്കെ, സ്പീഡ് കൂടുതൽ, നമുക്കൊരു ഡേറ്റ വേഗം തന്നെ ഡേറ്റാനെ ട്രാൻസ്ഫർ ചെയ്യാൻ വേണ്ടി സാധിക്കും. ഒരു ഡേറ്റ കിട്ടിക്കഴിഞ്ഞാൽ അത് ഹൈ സ്പീഡോ എത്ര ദൂരെ ഉള്ളതാണെങ്കിൽ പോലും അത്രയും ദൂരത്തേക്ക് നമുക്കൊരു ഡേറ്റ കിട്ടിക്കാൻ ഡേറ്റനെ ട്രാൻസ്ഫർ ചെയ്യാൻ വേണ്ടി സാധിക്കും. എന്ത്? ഫൈബർ ഒപ്റ്റിക്കൽ കേബിൾ യൂസ് ചെയ്തുകൊണ്ട് തന്നെ. ഓക്കെ അല്ലേ? കൺഫ്യൂഷൻ ഇല്ലല്ലോ? നമുക്കെന്നാൽ അടുത്ത ചോദ്യത്തിലേക്ക് പോകാം അല്ലേ? ഓക്കെ,
നമ്മുടെ അടുത്ത ചോദ്യം എന്താ ചോദിച്ചിരിക്കുന്നത്? വിച്ച് ടൈപ്പ് ഓഫ് മാൽവെയർ അപ്പിയറൻസ് ടു ദ ലെഗ്മേറ്റ് സോഫ്റ്റ്വെയർ ബട്ട് പെർഫോംസ് എ മെലീഷ്യസ് ആക്ടിവിറ്റീസ് ആഫ്റ്റർ ഇറ്റ് എക്സിക്യൂട്ടഡ്. അതായത് ഇപ്പൊ പുറമേ തോന്നിയ ജെന്യുവൻ ആയിട്ടുള്ള ഒരു സോഫ്റ്റ്വെയർ പോലെ നമുക്ക് തോന്നിക്കും, എന്നാൽ അകത്ത് കയറി കഴിഞ്ഞാൽ തട്ടിപ്പായിരിക്കും. അങ്ങനെ തോന്നിക്കുന്ന ഒരു മാൽവെയർ ഏതെന്നാണ് നമ്മൾ ചോദിച്ചിരിക്കുന്നത്. മാൽവെയർ എന്ന് വെച്ചാൽ എന്താ ഉദ്ദേശിക്കുന്നത്? മെലീഷ്യസ് പ്ലസ് സോഫ്റ്റ്വെയർ ആയിരിക്കും. കണ്ടു കഴിഞ്ഞ് ജെന്യുവൻ ആയിട്ടുള്ള സോഫ്റ്റ്വെയർ ഉണ്ട്. കണ്ടിപ്പോൾ നമ്മൾ ഫ്രീ ഗെയിം ഒക്കെ ഡൗൺലോഡ് ചെയ്യും, അല്ലെങ്കിൽ നമ്മൾ ഒരു ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യും, നമ്മൾ എന്തെങ്കിലും ഒരു ആപ്പ് ഡൗൺലോഡ് ചെയ്യണമെങ്കിൽ പുറമേ നോക്കുമ്പോൾ നമുക്ക് നല്ലൊരു ആപ്പായിരിക്കും എന്ന് കരുതി നമ്മൾ ഫ്രീ ആപ്പ് നമ്മൾ എന്താ ഡൗൺലോഡ് ചെയ്യാറില്ലേ? നമുക്ക് കുട്ടികളൊക്കെ ആണെങ്കിലും നമ്മൾ ഗെയിം കളിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ പുതിയൊരു ആപ്പൊക്കെ ഡൗൺലോഡ് ചെയ്യും. പക്ഷെ അത് കാണുമ്പോൾ നമുക്ക് തോന്നുന്നു നല്ലൊരു ആപ്പാണ്. പക്ഷെ നമ്മൾ എന്ത് ആപ്പിൽ കയറി യൂസർ നെയിം ചോദിക്കും, ചിലപ്പോൾ പാസ്വേഡ് ചോദിക്കും. ഇതെല്ലാം ആണെങ്കിൽ എന്താ ഒരു ടേംസ് ആൻഡ് കണ്ടീഷൻസ് ചോദിക്കും. നമ്മൾ അതെന്താ അഗ്രി ചെയ്തിട്ട് നമ്മൾ പോകുമ്പോൾ എന്താ അത് നമ്മുടെ ഡേറ്റാസ് കൊടുക്കുമ്പോൾ അതുവഴി നമ്മുടെ ഡേറ്റാസ് ആരുടെ അടുത്തേക്കായിരിക്കും ചെല്ലുന്ന? ഒരു ക്രൈം ചെയ്യുന്ന ഒരു വ്യക്തിയുടെ, ഒരു ഹാക്കറിൻ്റെ അടുത്തേക്കായിരിക്കും പോകുന്നത്. ഓക്കെ, അപ്പോൾ ചോദ്യം എല്ലാവർക്കും മനസ്സിലായല്ലോ. അപ്പോൾ നമുക്ക് ഫസ്റ്റ് ഓപ്ഷൻ എന്താ നോക്കുന്നത്? ഓക്കെ, ഫസ്റ്റ് ഓപ്ഷൻ കിടക്കുന്ന വാം എന്ന് പറയുന്ന ഒരു മാൽവെയർ ആണ്. വാമും ഒരു മാൽവെയർ തന്നെയാണ്. വാമിനകത്ത് പറയുന്നത് എന്താ? വാമിൽ എന്ന് പറഞ്ഞാൽ ഓട്ടോമാറ്റിക് ആയിട്ടായിരിക്കും ഒരു വൈറസ് സ്പ്രെഡ് ആയിക്കൊണ്ടിരിക്കുന്നത്. അത് മാൽവെയർ എന്ന് ഉദ്ദേശിക്കുന്ന വാമിൽ തന്നിരിക്കുന്നത് വെച്ചാൽ നമ്മൾ റൺ ചെയ്യുകയോ അവിടെ ഡൗൺലോഡ് ചെയ്യുകയോ ഒന്നും വേണ്ട, അവിടെ ഓട്ടോമാറ്റിക് ആയിട്ട് തന്നെ സ്പ്രെഡ് ആയി പോകും. അതാണ് വാമിൻ്റെ ഒരു പ്രത്യേകത. പക്ഷെ നമ്മളോട് ചോദിച്ചിരിക്കുന്നത് നമ്മൾ തന്നെ ഡൗൺലോഡ് ചെയ്തിട്ട് നമുക്ക് നമ്മുടെ ഡേറ്റാനെ സ്റ്റീൽ ചെയ്തെടുക്കുന്ന ഒരു ക്രൈം ഏതെന്നാണ്. അപ്പോൾ വാമ് നമ്മളായിട്ട് തന്നെ സ്പ്രെഡ് ആകുന്നതാണോ? അല്ല, കാരണം അത് ഓട്ടോമാറ്റിക് ആയിട്ട് തന്നെ സ്പ്രെഡ് ആകുന്ന ഒരു മാൽവെയർ ആണ്. അതുകൊണ്ട് തന്നെ ഓപ്ഷൻ നമ്മുടെ ആൻസർ ആയിട്ട് വരത്തില്ല. അടുത്ത എന്താ? റാംസോവെയർ. റാംസോവെയർ എന്ന് ഉദ്ദേശിക്കുന്നത് എന്താണ്? മോചന ദ്രവ്യം എന്നാണ് അത് പറയുന്നത്. അത് ഉദ്ദേശിക്കുന്നത് വെച്ചാൽ നമ്മളിപ്പോൾ ഒരു ഫയൽ ഓപ്പൺ ആക്കണമെങ്കിൽ തന്നെ പൈസ അടയ്ക്കേണ്ടി വരും എന്നൊരു ഭാഗമായിട്ട് ബന്ധപ്പെട്ടതാണ്. കാരണം അതിനകത്ത് നമ്മളോട് നിങ്ങൾ ഇന്നതുപോലെ ചെയ്താൽ മാത്രമേ നിങ്ങൾക്ക് ഇപ്പോൾ ഈ ഫയൽ ഓപ്പൺ ആക്കാൻ പറ്റൂ എന്നൊരു കാര്യം അവിടെ നമുക്ക് തരികയാണ് ചെയ്യുന്നത്, ഒരു വാർണിംഗ് തരികയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ റാംസോവെയറിന്റെ അർത്ഥം എന്താണെന്ന് പഠിച്ചു നോക്കുക. അപ്പോൾ അതും ഒരു മാൽവെയർ തന്നെയാണ്. പക്ഷെ നമ്മുടെ ക്വസ്റ്റ്യനിലായിട്ട് ബന്ധപ്പെട്ട ഒരു ആൻസർ അല്ല എന്താ റാംസോവെയർ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമ്മുടെ ആൻസർ ഏതായിരിക്കും? ട്രോജൻ ഹോഴ്സ് ആണ് നമ്മുടെ ആൻസർ എന്ന് പറഞ്ഞാൽ. എന്താണ് ഈ ട്രോജൻ ഹോഴ്സ് എന്ന് ഉദ്ദേശിക്കുന്നത്? നമുക്കറിയാൻ സാധിക്കില്ലേ? ട്രോജൻ ഹോഴ്സ് എന്ന് പറഞ്ഞാൽ പണ്ട് ഗ്രീക്ക് പദങ്ങളിൽ ഒരു സ്റ്റോറി ഉണ്ട്. കാരണം ട്രോജൻ ഹോഴ്സ് എന്ന് പറഞ്ഞാൽ നമുക്കൊരു പണ്ടൊക്കെ ഒരു കുതിരയെ നമുക്ക് സമ്മാനമായിട്ട് നൽകും. ആ കുതിര വഴി അതിനകത്ത് എന്തുണ്ടായിരിക്കും? ഒരു മരക്കുതിരയെ സമ്മാനമായിട്ട് നൽകുമ്പോൾ അതിൻ്റെ ഉള്ളിൽ പടയാളികൾ ഒരു യുദ്ധ സൈന്യം ഒളിച്ചിരിപ്പുണ്ടായിരിക്കും. അതാണ് ഈ ട്രോജൻ ഹോഴ്സ് എന്ന് ഉദ്ദേശിക്കുന്നത്. നമ്മൾക്ക് കാണുമ്പോൾ എന്താ ഒരു ഭയങ്കര നമുക്കൊരു ഗിഫ്റ്റ് പോലെ നമുക്ക് തോന്നും, ഒരു ജെന്യുവൻ ആയിട്ടുള്ളൊരു സോഫ്റ്റ്വെയർ അല്ലെങ്കിൽ ആപ്ലിക്കേഷൻ ആണ് നമ്മൾ ഡൗൺലോഡ് ചെയ്ത് വെച്ചിരിക്കുന്നത് നമുക്ക് തോന്നും. പക്ഷേ ഇതിൻ്റെ ഉള്ളിൽ എന്തുണ്ടായിരിക്കും? ഒരു മാൽവെയർ ഉണ്ടായിരിക്കും. നമ്മൾ അതുവഴി നമ്മുടെ യൂസർ നെയിമും പാസ്വേഡും എല്ലാം ആർക്കും നമ്മളൊരു ആപ്ലിക്കേഷൻ ഓപ്പൺ ആക്കുന്നു, നമ്മൾ അതിനകത്ത് എന്തായാലും ടേംസ് ആൻഡ് കണ്ടീഷൻസ് എഗ്രി ചെയ്ത് നമ്മൾ ആ ആപ്പ് ഡൗൺലോഡ് ചെയ്തെടുക്കുമ്പോൾ അതിൽ എന്തുണ്ടായിരിക്കും? ഒരു മാൽവെയർ ഉണ്ടായിരിക്കും അല്ലേ? ആദ്യം നമ്മൾ കൊടുക്കുന്ന ഡീറ്റെയിൽസും നമ്മൾ കൊടുക്കുന്ന ഡേറ്റാസ് ഒക്കെ ഷെയർ ചെയ്ത് അത് സ്റ്റീൽ ചെയ്ത് വെക്കുന്നത് എങ്ങോട്ടായിരിക്കും? ഹാക്കറിൻ്റെ അടുത്തോട്ടായിരിക്കും പോകുന്നത്. അതാണ് ഈ ട്രോജൻ ഹോഴ്സ് എന്ന് പറയുന്ന മാൽവെയർ വഴി, അതായത് ഒരു ക്രൈം വഴി ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമ്മുടെ ആൻസർ ഏതാണ്? നമ്മുടെ ക്വസ്റ്റിന് യോജിച്ച ആൻസർ ഏതായിരിക്കും? ഓപ്ഷൻ സി ആണ് നമ്മുടെ ആൻസർ എന്ന് പറയുന്നില്ല. അടുത്ത എന്താ? സ്പൈവെയർ എന്നാണ് ഉദ്ദേശിക്കുന്നത്. എന്താ സ്പൈ എന്ന് ഉദ്ദേശിക്കുന്നത്? അവിടെ ഒറ്റ കൊടുക്കുക ചെയ്യുന്നത് അല്ലേ? നമ്മൾ അറിയാതെ തന്നെ നമ്മുടെ ഡേറ്റാസ് അവിടെ നമ്മൾ അറിയാതെ തന്നെ നമ്മുടെ ഡേറ്റാസിനെ സ്റ്റീൽ ചെയ്തെടുക്കുക ചെയ്യുന്നത്. അതാണ് സ്പൈവെയർ എന്ന് ഉദ്ദേശിക്കുന്നത്. സ്പൈ എന്ന് വെച്ചാൽ നമ്മൾ അറിയാതെ തന്നെ നമ്മുടെ പേഴ്സണൽ ആയിട്ടുള്ള ഇൻഫോർമേഷൻസോ ഡീറ്റെയിൽസോ ഒക്കെ ശേഖരിച്ച് സ്റ്റീൽ ചെയ്ത് അത് ഹാക്കേഴ്സിന് എത്തിക്കുക എന്നുള്ളതാണ് സ്പൈവെയർ എന്ന് പറയുന്ന ആ ഒരു മാൽവെയർ ഉള്ളത്. ഈ മൂന്ന് കാര്യങ്ങൾ, അതായത് വാം ആയിക്കോട്ടെ, റാംസോവെയർ ആയിക്കോട്ടെ, സ്പൈവെയർ ആയിക്കോട്ടെ, ഇതെല്ലാം ഒരു മാൽവെയർ ആണ്. ട്രോജൻ ഹോഴ്സ് ആണ് നമ്മുടെ യഥാർത്ഥമായ ആൻസർ എന്ന് പറഞ്ഞാൽ കണ്ടാൽ ഒരു എന്താ ലെഗ്റ്റിമേറ്റ് ആയിട്ടുള്ള സോഫ്റ്റ്വെയർ പോലെ തോന്നിക്കും, പക്ഷേ എന്താ അതൊരു മലീഷ്യസ് ആയിട്ടുള്ള ആക്ടിവിറ്റീസ് ആയിരിക്കും അതിനകത്തുള്ളത് നടക്കും. നമ്മൾ അറിയാതെ തന്നെ നമ്മുടെ ഡീറ്റെയിൽസ് ഒക്കെ സ്റ്റീൽ ചെയ്തെടുക്കുകയാണ് ആർക്കുള്ളത്? ട്രോജൻ ഹോഴ്സ് എന്ന് പറയുന്ന ആ ഒരു സോഫ്റ്റ്വെയറിനുള്ളത്. ഓക്കെ അല്ലേ? നമുക്ക് ഇത് ഡീറ്റെയിൽ ആയിട്ട് നോക്കിക്കേ. വാമെന്ന് വെച്ചാൽ എന്താ? സ്പ്രെഡ് ഓട്ടോമാറ്റിക്കലി അക്രോസ് എ നെറ്റ്വർക്ക്. നമ്മളറിയാതെ തന്നെ നമ്മൾ ഡൗൺലോഡ് ചെയ്യുകയൊന്നും വേണ്ട. നമ്മളറിയാം നമുക്ക് എന്താ അതൊന്നും ചെയ്യാതെ തന്നെ ഓട്ടോമാറ്റിക് ആയിട്ടാണ് വൈറസ് സ്പ്രെഡ് ആയിക്കൊണ്ടിരിക്കുന്നത്. അതായത് വാമിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത തന്നെ സ്പ്രെഡ് ചെയ്യുക എന്നുള്ളതായിരിക്കും. അടുത്ത എന്താ? റാംസോവെയർ എന്ന് വെച്ചാൽ എന്താ? എൻക്രിപ്റ്റ് ഫയൽ ആൻഡ് ഡിമാൻഡ് റീസൺ. നമ്മളൊരു ഫയൽ ഓപ്പൺ എങ്കിൽ അവിടെ ഒരു ഡിമാൻഡ് വെക്കുന്നുണ്ട്. നിങ്ങൾ ഈ പണം അടച്ചാൽ മാത്രം നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ ഫയൽ ഓപ്പൺ ആക്കാം എന്നൊരു ഡിമാൻഡ് ചെയ്യുകയാണെങ്കിൽ അത്തരത്തിലുള്ളൊരു മാൽവെയർ ആണ് എന്താ? റാംസോവെയർ എന്ന് പറയുന്നത്. അടുത്ത എന്താ? നമ്മുടെ ആൻസർ ആയിട്ട് ട്രോജൻ ഹോഴ്സ് എന്ന് പറഞ്ഞാൽ എന്താ? നമ്മൾ അവിടെ ലെഗ്റ്റിമേറ്റ് ആയിട്ട് ഒരു സോഫ്റ്റ്വെയർ പോലെ നമുക്ക് തോന്നും, നമുക്ക് ഉപയോഗപ്രദമായിട്ടുള്ളൊരു സോഫ്റ്റ്വെയർ പോലെ നമുക്ക് തോന്നിച്ചിട്ട് അതിലെ ഡീറ്റെയിൽസ് ഒക്കെ നമ്മൾ കൊടുത്തു കഴിയുമ്പോൾ അതുവഴി നമ്മളെ ഹാക്ക് ചെയ്യാൻ എടുക്കുന്ന ഒരു മാൽവെയർ ആണ് എന്തെന്ന് പറഞ്ഞാൽ ട്രോജൻ ഹോഴ്സ് എന്ന് പറഞ്ഞാൽ. ഓക്കെ അല്ലേ?
അപ്പോൾ നമ്മൾ ആ സ്റ്റോറി ഒന്ന് ഓർത്തിരുന്നാൽ മതി. അവർ പണ്ട് കാലത്ത് ഗ്രീക്ക് വാക്കാണ് ട്രോജൻ ഹോഴ്സ് എന്ന് ഉദ്ദേശിക്കുന്നത്. അവർ പണ്ട് ഒരു മരക്കുതിരയെ സമ്മാനമായിട്ട് നൽകുകയും ആ മരക്കുതിരക്കകത്ത് എന്തുണ്ടായിരുന്നു, ഒരു യുദ്ധ സൈന്യം ഒളിച്ചിരിപ്പുണ്ടായിരുന്നു. ഓക്കെ, അതുപോലെ തന്നെ ആയിരിക്കും നമുക്ക് അറിയാതെ തന്നെ അതിനുള്ളിൽ തന്നെ എന്തെങ്കിലും നമുക്കൊരു കള്ളത്തരം ഒളിച്ചിരിപ്പുണ്ടായിരിക്കും. അതാണ് ഈ ട്രോജൻ ഹൗസ് എന്ന് പറയുന്ന വാക്ക് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ പഠിക്കുമ്പോൾ അങ്ങനെ പഠിക്കാൻ ശ്രമിക്കുക. സ്പൈവെയർ എന്ന് ഉദ്ദേശിക്കുന്നത് എന്താ, സീക്രട്ട്ലി മോണിറ്റേഴ്സ് ആൻഡ് കളക്ട് യൂസർ ഇൻഫോർമേഷൻസ്. നമ്മൾ അറിയാതെ തന്നെ നമ്മുടെ ഡേറ്റാസ്, ഇൻഫോർമേഷൻ, നമ്മുടെ പേഴ്സണൽ ഡേറ്റാസോ എല്ലാം സ്റ്റീൽ ചെയ്തെടുത്ത് അത് ഹാക്കേഴ്സിന് കൈമാറ്റം ചെയ്യുക എന്നൊരു ജോലിയായിരിക്കും സ്പൈവെയർ എന്ന് പറയുന്ന ആ ഒരു മാൽവെയറിനുള്ളത്. ഓക്കെ അല്ലേ? അപ്പോൾ എല്ലാവർക്കും ആൻസർ മനസ്സിലായല്ലോ. അപ്പോൾ ഇത് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്ത ഇതാണ് നമ്മുടെ ടൈപ്സ് ഓഫ് മാൽവെയർ ഉദ്ദേശിക്കുന്നത്. എന്തൊക്കെയുണ്ട്? വൈറസ് ഉണ്ട്, ട്രോജൻ ഹോഴ്സ് ഉണ്ട്, സ്പൈവെയർ ഉണ്ട്, വാംസ് ഉണ്ട്, അഡ്വെയർ ഉണ്ട്, റാംസോവെയർ ഉണ്ട്. അപ്പോൾ എന്തൊക്കെയാണ് മാൽവെയർസ് നോക്കുമ്പോൾ ഈ ഒരു കാര്യങ്ങൾ പഠിച്ചു പോവുകയാണെങ്കിൽ സിമിലർ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് വരുമ്പോൾ അത് വേഗത്തിൽ തന്നെ ആൻസർ ചെയ്യാൻ എളുപ്പമായിരിക്കും. ഓക്കെ അല്ലേ? അപ്പോൾ നമ്മൾ ഇന്ന് എന്തൊക്കെ ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്ത് നമ്മൾ ടൈപ്സ് ഓഫ് എല്ലാ കമ്പ്യൂട്ടറിൽ നിന്ന് വരാൻ സാധ്യതയുള്ള 5 ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഈ ഒരു ഭാഗത്ത് നിന്ന് ഡിസ്കസ് ചെയ്തിട്ടുള്ളത്. ഒരിക്കലും ആരും ഇത് കാണാതെ പോകരുത്. കാരണം വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് മാത്രമായിരിക്കും നമ്മളിത് ഡിസ്കസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ എങ്ങനെ പഠിക്കാം എന്നുള്ളത്, കാരണം ക്വസ്റ്റ്യൻസ് വായിക്കുമ്പോൾ അതിലെ ഓപ്ഷൻസ് മാത്രം പഠിച്ചു പോകാണ്ട് അതിൽ ബാക്കി തന്നിരിക്കുന്ന കാര്യങ്ങളും പഠിച്ചു പോവുക. എന്നാൽ മാത്രമേ സിമിലർ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് വരുമ്പോൾ നമുക്ക് അതിനുള്ള ആൻസർ ചെയ്യാൻ വേണ്ടി എളുപ്പമായിരിക്കുള്ളൂ. ആ കൺസെപ്റ്റ് മനസ്സിലാക്കി പഠിക്കാൻ വേണ്ടിയിട്ട് എല്ലാവരും ശ്രദ്ധിക്കണം. ഓക്കെ അല്ലേ? അപ്പം നമ്മുടെ CSEB, നമ്മുടെ ഡേറ്റ എൻട്രി ഓപ്പറേറ്ററിലെ പുതിയ ബാച്ച് നമ്മുടെ CCയിൽ ഇത് ഓപ്പൺ ആയിരിക്കുകയാണ്. അപ്പോൾ ഈ ഒരു ബാച്ചിലേക്ക് ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർ നമ്മുടെ ഈ ഒരു നമ്പറിലേക്ക് എന്തായിട്ടും കോൺടാക്ട് ചെയ്യണം. അതുപോലെ തന്നെ ഇതുപോലെയുള്ള ഉപകാരപ്രദമായിട്ടുള്ള വീഡിയോസ് നിങ്ങൾക്ക് കാണണമെന്നുണ്ടെങ്കിൽ നമ്മുടെ കോമ്പറ്റീറ്റീവ് ക്രാക്കറിൻ്റെ ഈ ഒരു ചാനൽ ഫോളോ ചെയ്യുക. അതായത് നമ്മുടെ ഈ ഒരു ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ ലൈക്കും ചെയ്യുക. ഓക്കെ, ബൈ ഫ്രണ്ട്സ്.